2024-2025 പരീക്ഷകളിലെ ഇംഗ്ലീഷ് ചോദ്യങ്ങളെ വിശകലനം ചെയ്യുന്ന നമ്മുടെ ഈ സീരീസിലെ 15ാമത്തെ ക്ലാസ്സാണിത്. ഇതിനോടകം ചെയ്ത എല്ലാ ക്ലാസ്സുകളും കാണാൻ വേണ്ടി എല്ലാ ക്ലാസ്സുകളുടെയും ലിങ്ക് ഈ പറയുന്ന നമ്മുടെ വീഡിയോയ്ക്ക് താഴെ, ക്ലാസ്സിന് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. എല്ലാ ക്ലാസ്സുകളുടെയും, ഇതുവരെ ചെയ്ത എല്ലാ ക്ലാസ്സുകളുടെയും താഴെ അതിന് മുമ്പ് നടന്ന ക്ലാസ്സുകളുടെ എല്ലാ ലിങ്കുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് ക്ലാസ് കണ്ടാലും നിങ്ങൾക്ക് ഈ പറഞ്ഞ ലിങ്കുകൾ ലഭ്യമാണ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും. നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിനോടൊപ്പം തന്നെ നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ കേരള PSC പരീക്ഷകൾക്ക് വേണ്ടി നമ്മൾ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട്. ആ കോഴ്സ് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മുടെ ലേണിംഗ് ആപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മൾ ഓരോ ക്ലാസ്സിലെ 20 ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 20 ചോദ്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് 10ഉം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് 10ഉം. ഓക്കെ, എല്ലാ ക്ലാസ്സുകളിലും നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഒരു ചോദ്യം നിങ്ങൾക്ക് തരും. നിങ്ങളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താറുണ്ട് അതിന്റെ ഉത്തരം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അങ്ങനെ ഒരു ചോദ്യം തന്നിരുന്നു. അതെന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്ന ചോദ്യ പേപ്പറിൽ ഒരു ചോദ്യമായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് 82ാമത്തെ ചോദ്യമായിരുന്നു. ഇതായിരുന്നു ചോദ്യം. ഓക്കെ, ഇതിന്റെ ആൻസർ ഞാനിപ്പോൾ പറഞ്ഞു തരാം. ഇനി ഈ ക്ലാസ്സിൽ ഞാൻ ഒരു ചോദ്യം തരികയാണ്. അതെന്ന് പറയുന്നത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ട ചോദ്യ പേപ്പറിൽ ഒരു ചോദ്യമാണ്. അതെന്ന് പറയുന്നത് LD ക്ലർക്ക് വേരിയസ് കോട്ടയം കോഴിക്കോട് 28/9/2024 നടന്ന പരീക്ഷയിൽ ചോദ്യ പേപ്പറിലെ ഒരു ചോദ്യമാണ്. അതെന്ന് പറഞ്ഞ് 86ാമത്തെ ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് വേഴ്സസ് സിനോണിം ഫോർ അബണ്ടന്റ്? ഇതിനകത്ത് ഏതാണ് കറക്റ്റ് എന്ന് നിങ്ങൾ കണ്ടെത്തി എഴുതുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് LD ക്ലർക്ക് വേരിയസ് ആലപ്പുഴ പാലക്കാട് സെപ്റ്റംബർ 7, 2024 നടന്ന പരീക്ഷയിലെ ചോദ്യ പേപ്പറാണ്. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹി കെയിം എയർലി. ഇപ്പൊ ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് സഹായകരെ കണ്ടെത്താൻ പറ്റുന്നില്ല. അപ്പൊ സഹായകരെ ഇല്ല എന്നുള്ളതല്ല, സഹായകരെ നേരിട്ട് കാണാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ വിചാരിച്ചോണം അവിടുത്തെ സഹായക്രിയകൾ ഒന്നുകിൽ ഡു ആയിരിക്കും, അല്ലെങ്കിൽ ഡസ് ആയിരിക്കും, അല്ലെങ്കിൽ ഡിഡ് ആയിരിക്കും. ഓക്കെ, ഇതിനകത്ത് ഏതെങ്കിലും ഒന്നായിരിക്കും സഹായക്രിയകൾ. ഈ ഡു ആണോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഇവിടെ പറയുന്ന വെർബ് അതിന്റെ യഥാർത്ഥ ഫോം V1 തന്നെ വന്ന് നിന്നുവെങ്കിൽ ഇവിടെ കം എന്നായിരുന്നെങ്കിൽ നമുക്ക് ഡു ആണെന്ന് പറയാം അവിടുത്തെ സഹായക്രിയ. ഡസ് അപ്പൊ പറയും ഈ പറഞ്ഞ കമ്മിന്റെ കൂടെ യെസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു വെർബിന്റെ കൂടെ യെസ്സോ ഇയെസ്സോ ചേർന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡസ് ആണെന്ന് പറയാം. ഇവിടെ കംസ് എന്നായിരുന്നെങ്കിൽ നമുക്ക് പറയാം ഇവിടുത്തെ സഹായക്രിയ ഡസ് ആയിരുന്നു എന്ന്. ഈ ഡിഡ് എപ്പോഴൊക്കെ പറയാം? ഡിഡ് ഒന്നുകിൽ നമ്മുടെ വെർബിന്റെ അവസാനം ഡി അല്ലെങ്കിൽ ED അല്ലെങ്കിൽ IED എന്ന് വരികയോ, അല്ലെങ്കിൽ ഈ പറയുന്ന V1 ഫോം വേറെ രൂപത്തിൽ തരികയോ ചെയ്യുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ഇവിടെ കം എന്നുള്ള ഇവിടെ കേം എന്നാണ് തന്നിരിക്കുന്നത്. ഇവിടെ DED എന്നുള്ള സംഭവം ഇല്ല. അപ്പൊ അങ്ങനെയുള്ള സാധാരണ റെഗുലർ വെർബ്സ് ആണ് നമുക്ക് ഈ DED ഒക്കെ വരിക. ഇതിൽ ഇറഗുലർ വെർബ്സ് ഉണ്ട്. അത് പ്രൊനൗൺസിയേഷന്റെ അല്ലെങ്കിൽ വവലിലെ വ്യത്യാസം വെച്ചാണ് അത് വരിക. അപ്പൊ അതിനെ നമ്മൾ ഇറഗുലർ വെർബ്സ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഇറഗുലർ വെർബ്സ് വന്നാലും ഈ DED IED വന്നാലും അവിടുത്തെ സഹായക്രിയ എന്തായിരിക്കും? ഡിഡ് ആയിരിക്കും. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. കമ്മിനെ മാറ്റി കേം എന്നാക്കിയിരിക്കുന്നു. ദാറ്റ് മീൻസ് കമ്മിന്റെ COMലെ O ഇവിടെ എന്തായി മാറി? A ആയി മാറി. അപ്പൊ വവൽ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത്. അങ്ങനെ വവൽ ചേഞ്ചിൽ ടെൻസ് മാറുമ്പോഴാണ് അതിനെ ഇറഗുലർ വെർബ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് എന്ത് ഉപയോഗിക്കാം? അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഉപയോഗിക്കേണ്ട സഹായക്രിയ ഏതാണ്? ഡിഡ് ആണ്. അപ്പൊ ഇവിടുത്തെ സഹായക്രിയ ഡിഡ് ആണ്. അല്ലെങ്കിൽ കമ്മിന്റെ V2 ഫോം ആണ് കേം. അപ്പൊ V2 ഫോം വരികയാണെങ്കിൽ അവിടുത്തെ സഹായക്രിയ എന്തായിരിക്കും? ഡിഡ് ആയിരിക്കും. അപ്പൊ ഡിഡ് ആണ് നമ്മൾ എഴുതേണ്ടത് സഹായക്രിയയായിട്ട്. ഇനി നമ്മൾ നോക്കാം, നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നോക്കുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസ് എന്താണ്? പോസിറ്റീവ് ആണ്. സോ നമ്മുടെ ടാഗ് നെഗറ്റീവ് ആക്കണം. എങ്ങനെയാണ് നമ്മൾ ടാഗിനെ നെഗറ്റീവ് ആക്കുന്നത്? നോട്ടിന്റെ ചെറിയതുമായി ഇൻഡ് ചേർക്കുക. ഡിഡിന്റ്. എന്നിട്ട് ഇവിടുത്തെ സബ്ജക്ട്, ആ സബ്ജക്ട് നോക്കി ആ സബ്ജക്റ്റിന്റെ പ്രൊനൗൺ എഴുതുക. ഇവിടെ ഓൾറെഡി പ്രൊനൗൺ രൂപത്തിൽ തന്നെ തന്നതുകൊണ്ട് നമുക്ക് ഹി എന്ന് എഴുതാം. നേരെ മറിച്ച് ഇവിടെ നൗൺ, ഇപ്പൊ രാം അല്ലെങ്കിൽ കൃഷ്ണൻ അല്ലെങ്കിൽ റഹീം എന്നൊക്കെ ആയിരുന്നെങ്കിൽ അതിന്റെ പ്രൊനൗൺ ആയിരിക്കണം നമ്മൾ എഴുതേണ്ടത്. അപ്പൊ നമുക്ക് ഹി എന്ന് എടുത്തെഴുതാം. ഇവിടെ ഓൾറെഡി ഹി നേരിട്ട് തന്നതുകൊണ്ട് നമുക്ക് ആ ഹി ഇങ്ങനെ എഴുതാം. അപ്പൊ ഡിഡിന്റ് ഹി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിലാണ് C എന്ന് പറയുന്ന ഓപ്ഷനാണ് അങ്ങനെ വന്നിരിക്കുന്നത്. അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഇഫ് ഐ പ്രിപ്പയർഡ് വെൽ ഐ ഡാഷ് ദ പ്രൊജക്ട്. ഇതായിരുന്നു ഞാൻ തന്ന ചോദ്യം. അപ്പൊ ഇതിന്റെ ആൻസർ എങ്ങനെ ആയിരിക്കും നോക്കുക. ഇത് ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ പ്രിപ്പയർഡ്, അതായത് V2 ഫോം ആണ് വന്നിരിക്കുന്നത്. അതായത് സിമ്പിൾ പാസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. അങ്ങനെ സിമ്പിൾ പാസ്റ്റ് വരുമ്പോൾ നമ്മുടെ മെയിൻ ക്ലോസ് എങ്ങനെയായിരിക്കണം? വുഡ് ഓർ ഷുഡ് ഓർ കുഡ് ഓർ മൈറ്റ് പ്ലസ് V1 എന്ന രീതിയിലാവണം. ഇവിടെ നോക്കുമ്പോൾ അങ്ങനെ വന്നിരിക്കുന്ന ഇത് നോക്കുമ്പോൾ വുഡ് കംപ്ലീറ്റ്. ഓക്കെ, ഇതാണ് കറക്റ്റ് ആൻസർ. ഇവിടെ പ്രശ്നം എന്താ? വുഡ് വന്നിട്ടുണ്ട്, പക്ഷേ കംപ്ലീറ്റഡ് എന്ന് വന്നിട്ടുണ്ട്. അങ്ങനെ പറയാൻ പാടില്ല. വുഡ് ഷുഡ് മൈറ്റ് ഒക്കെ വന്നു പിന്നെ V1 ഫോമേ നമ്മൾ എഴുതാവൂ. സോ വുഡ് കംപ്ലീറ്റ്, D ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം, വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഡാഷ് വിത്ത് മീ യെസ്റ്റർഡേ. ഇവിടെ ഏതായിരിക്കും കറക്റ്റ് ആൻസർ?
ഇപ്പൊ എന്താ ഉദ്ദേശിക്കുന്നത്? സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അല്ലെ. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ അവിടുത്തെ സബ്ജക്റ്റ് എന്തായിരിക്കും? സിംഗുലർ ആയിരിക്കും. കാരണം എന്താ? ഇവിടെ നോക്കുമ്പോൾ വൺ ഓഫ് മൈ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഇത്രയുമാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. സാധാരണ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സിംഗിൾ വേർഡ് ആയിരിക്കും, ഏതൊരു ഒറ്റ വാക്കോ ഒക്കെ ആയിട്ടായിരിക്കും സബ്ജക്റ്റ് സാധാരണ വരിക. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഇതുപോലെ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആയിട്ട് വരും. ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആയിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രിപ്പോസിഷൻ ഉണ്ടാകും. ആ പ്രിപ്പോസിഷന് മുമ്പിൽ വന്നിരിക്കുന്നതിനെ ആശ്രയിച്ചായിരിക്കും നമ്മളിവിടെ വെർബ് എഴുതേണ്ടത്. ഇവിടെ നമുക്ക് വൺ ആണ്. വൺ എന്ന് വെച്ചാൽ ഒന്നേ ഉള്ളൂ. ഓഫിന് ശേഷം ഓഫ് ആണ് ഇവിടുത്തെ പ്രിപ്പോസിഷൻ. അതിന് മുന്നിൽ വന്നിരിക്കുന്ന വൺ ആണ്. അപ്പോൾ വണ്ണ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഒന്നേ ഉള്ളൂ. സോ സിംഗുലർ ആണ് ഇവിടെ വരേണ്ടത്. ഇനി മനസ്സിലാക്കേണ്ട കാര്യം, ഇത്തരത്തിൽ വൺ ഓഫ് മൈ ഫ്രണ്ട്സ് എന്ന് വന്നിട്ട് ഇടയ്ക്ക് ഹൂ എന്ന് പറഞ്ഞ റിലേറ്റീവ് പ്രൊണൗൺ വരികയാണെങ്കിൽ അവിടെ നമ്മൾ പ്ലൂറലായിട്ട് വേണം സങ്കല്പിക്കാൻ. ഓക്കെ, അപ്പോൾ അവിടെ അങ്ങനെ ഹൂ എന്ന് പറയുന്ന റിലേറ്റീവ് പ്രൊണൗൺ ഒന്നും ഇല്ല. സോ നമുക്കിവിടെ ധൈര്യമായിട്ട് പ്ലെയിൻ ആയിട്ട് നമുക്ക് ഈ സിംഗുലർ ആയിട്ട് കണക്കാക്കാം. അങ്ങനെ ഇവിടെ സിംഗുലർ ഫോം ആണ് എഴുതേണ്ടത്. ഇപ്പൊ ഇവിടെ നമുക്ക് എസ്റ്റർഡേ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, എസ്റ്റർഡേ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കാലമാണ്, പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ അങ്ങനെ ഇവിടെ സിംഗുലർ ആയിട്ട് വാസം വന്നിട്ടുണ്ട്, ഈസും വന്നിട്ടുണ്ട്. ഈസ് പ്രസന്റിനെ സൂചിപ്പിക്കുന്നു, അത് വരത്തില്ല. ഇവിടെ പാസ്റ്റിനെ സൂചിപ്പിക്കുന്ന സിംഗുലർ ആയിട്ട് വന്നിരിക്കുന്ന ഏതാണ്? വാസ് ആണ്. അപ്പൊ വാസ് ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം, ഐ ആം ഷുവർ ദാറ്റ് സംബഡി വാസ് സ്പൈയിങ് ഡാഷസ്. സ്പൈയുടെ കൂടെ എന്തായിരിക്കും വരിക എന്ന് വെച്ചാൽ നമ്മളെ ആരോ അല്ലെങ്കിൽ എനിക്ക് ഉറപ്പാണ് എന്നെ ആരോ അല്ലെങ്കിൽ നമ്മളെ ആരോ എന്ത് ചെയ്യുന്നു? രഹസ്യമായി പിന്തുടരുന്നു അല്ലെങ്കിൽ രഹസ്യമായി ഒബ്സർവ് ചെയ്യുന്നു എന്നർത്ഥത്തിൽ, നിരീക്ഷിക്കുന്നു എന്നർത്ഥത്തിൽ. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ സ്പൈ ഓൺ എന്നാണ് പറയേണ്ടത്. സോ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ആണ്. ഇനി അടുത്ത ചോദ്യം നോക്കുക, ദേ സെഡ് വി അറൈവ്ഡ് ലേറ്റ്, ചേഞ്ച് ദ സ്പീച്ച്. അപ്പൊ എന്തായിരിക്കും? ഇവിടെ സെഡ് എന്ന് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടുത്തെ ടെൻസ് ഫോം മാറ്റണം. ഇതൊക്കെ ഇവിടുത്തെ ടെൻസ് ഫോം എന്താണ്? അറൈവ്ഡ് എന്നാണ്. അറൈവ്ഡ് V2 ഫോം ആണ്, സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പൊ സിമ്പിൾ പാസ്റ്റ് എന്താവണം? പാസ്റ്റ് പെർഫെക്റ്റ് ആവണം. അതായത് ഹാഡ് പ്ലസ് അറൈവ്ഡ് എന്ന് വരണം. അങ്ങനെ ഇവിടെ ഹാഡ് പ്ലസ് അറൈവ്ഡ് എന്ന് വന്നിരിക്കുന്നത് ഏതാ? ഇവിടെ അറൈവ്ഡ് എന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്, അത് തെറ്റ്. ഇവിടെ ഹാവ് അറൈവ്ഡ് എന്നാണ് വന്നിരിക്കുന്നത്, അത് തെറ്റ്. ഇവിടെ ഹാഡ് അറൈവ്ഡ് ഉണ്ട്, ഇത് ശരിയാണ്. ഇവിടെ വിൽ അറൈവ് വരത്തില്ല. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇവിടുത്തെ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇതാണ് കറക്റ്റ് ആൻസർ. ദേ സെഡ് ദാറ്റ് ദേ ഹാഡ് അറൈവ്ഡ് ലേറ്റ്. ഇനി അടുത്ത ചോദ്യം എന്താണ്? വിച്ച് ഇസ് സിനോണിം ഫോർ വേർഡ് റിസംബ്ലൻസ്. റിസംബ്ലൻസ് എന്ന് പറയുന്ന വാക്കിന് സിനോണിം ആയതാണ് ചോദിച്ചിരിക്കുന്നത്. റിസംബ്ലൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സാദൃശ്യം നടത്തില്ല. അപ്പൊ സാദൃശ്യം എന്ന് പറയുന്നത് ഏതാണ്? സിമിലാരിറ്റി. ഇതാണ് കറക്റ്റ് ആൻസർ. ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താ? വ്യത്യസ്തമായിട്ടുള്ളത് നമ്മൾ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഡിഫറൻസ് എന്ന് പറയുമ്പോൾ വ്യത്യാസം, ഒറിജിനാലിറ്റി നമുക്ക് യാഥാർത്ഥ്യം ഉള്ള നടത്തിലാണ് നമ്മൾ പറയാം. ഇതൊന്നും വരില്ല. ഇവിടുത്തെ കറക്റ്റ് ആൻസർ എ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇനി അടുത്ത ഇഡിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നോക്കുക, ഐഡന്റിഫൈ ദ മീനിങ് ഓഫ് ദ ഇഡിയം എ പീസ് ഓഫ് കേക്ക്. എ പീസ് ഓഫ് കേക്ക് എന്ന് പറയുന്ന ഇഡിയത്തിന്റെ അർത്ഥം എന്താണ്? എന്തായിരിക്കും? വെരി ഈസി ടാസ്ക് എന്നാണ്. ഇതാണ് കറക്റ്റ് ആൻസർ. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മൾ എ പീസ് ഓഫ് കേക്ക് എന്ന് പറയുന്നത്. അപ്പം വെരി ഈസി ടാസ്ക്. ഇനി അടുത്ത് എ ഗ്രൂപ്പ് ഓഫ് മങ്കീസ് ഈസ് കാൾഡ്. കളക്റ്റീവ് നോണുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നോക്കാം, സ്കൂൾ എന്ന് പറയുന്നത് ഫിഷുമായി ബന്ധപ്പെട്ട് പറയുമ്പോഴാണ് സ്കൂൾ ഓഫ് ഫിഷസ്, ഫ്ലോക്ക് ഓഫ് ഷീപ്സ്, ഹേർഡ് ഓഫ് എലിഫൻസ്, അല്ലെങ്കിൽ അങ്ങനെ മൃഗങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടി ഹേർഡ് ഉപയോഗിക്കുന്നത്. അപ്പൊ മങ്കിയുടെ എന്തായിരിക്കും? ട്രൂപ്പ് ആയിരിക്കും. ട്രൂപ്പ് ഓഫ് മങ്കീസ് എന്നാണ് പറയുക. ഓക്കെ, ഇതാണ് കറക്റ്റ്. ട്രൂപ്പ് ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി നോക്കുക, ദ ഫിയർ ഓഫ് ദ ഡാർക്ക് ഇസ് നോൺ അസ്. ഇരുട്ടിനെ കുറിച്ചുള്ള ഭയം അല്ലെങ്കിൽ നൈറ്റിനെ കുറിച്ചുള്ള ഭയത്തെ നമുക്ക് എന്ത് വിളിക്കാം? നൈറ്റോഫോബിയ എന്ന് വിളിക്കാം. ഇപ്പൊ ഫോബിയയെ കുറിച്ച് കൂടുതൽ ചോദിക്കുന്നുണ്ട്. ശ്രദ്ധിക്കുക, എല്ലാ ഫോബിയ നമ്മൾ പഠിച്ചു വെക്കുക. ഇവിടെ നൈറ്റോഫോബിയ. ഇതായിരിക്കും ക്ലൗസ്ട്രോഫോബിയ കൊണ്ട് ഉദ്ദേശിക്കുന്നതായിരിക്കും ലിമിറ്റഡ് സ്പേസിൽ നിൽക്കുമ്പോഴുള്ള ഭയം. ഇടുങ്ങിയ സ്ഥലത്ത് നിൽക്കുമ്പോഴുള്ള ഭയത്തെ നമ്മൾ ക്ലൗസ്ട്രോഫോബിയ എന്ന് പറയുന്നത്. ക്രോണോഫോബിയ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ക്രോണോഫോബിയ എന്ന് വെച്ചാൽ സമയത്തെക്കുറിച്ച്, സമയത്തിന്റെ വേഗതയെക്കുറിച്ച് അല്ലെങ്കിൽ സമയം കടന്നു പോകുന്നതിനെ കുറിച്ചൊക്കെയുള്ള ഭയമുള്ള നമ്മൾ ക്രോണോഫോബിയ എന്ന് പറയുന്നത്. എയറോഫോബിയ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വിമാനത്തിലെ യാത്ര ചെയ്യുമ്പോഴുള്ള ഭയം, അതാണ് എയറോഫോബിയ. ഇവിടെ ഇതൊന്നും അല്ല വന്നിരിക്കുന്നത്. ഇവിടെ വേണ്ടത് ഫിയർ ഓഫ് ഡാർക്ക് ആണ്. സോ അത് നൈറ്റോഫോബിയ ആണ്. അടുത്ത ചോദ്യം, റൈറ്റ് ദ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ആർട്ട് റിലേറ്റഡ് ഡെക്കറേറ്റീവ് ആൻഡ് ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ്. ഇത് PSC എത്രയോ തവണ ചോദിച്ചിട്ടുണ്ട് അല്ലെ? നമുക്കറിയാതെ അതായിരിക്കും കാലിഗ്രഫിയാണ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി എന്തായിരിക്കും ഓർത്തോഗ്രഫി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് കൺവെൻഷണൽ സിസ്റ്റം ഓഫ് ലാംഗ്വേജ്, ഒരു ഭാഷയുടെ കൺവെൻഷണൽ സിസ്റ്റത്തെ നമ്മൾ ഓർത്തോഗ്രഫി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൺവെൻഷണൽ റൈറ്റിംഗ് സ്റ്റൈൽ ഓഫ് എ ലാംഗ്വേജ്, അതിനാണ് ഓർത്തോഗ്രഫി എന്ന് പറയുന്നത്. സെഫോളജി കൊടുത്തിട്ട് ന്യൂമറോളജി നമുക്കറിയാം. എന്താണ് ന്യൂമറോളജി? ഈ പറയുന്ന സംഖ്യാശാസ്ത്രമാണ് ന്യൂമറോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് സെഫോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇലക്ഷന്റെ കുറിച്ചോ അല്ലെങ്കിൽ ഇലക്ഷന്റെ ട്രെൻഡിങ്ങിനെ കുറിച്ചോ ഒക്കെ, തെരഞ്ഞെടുപ്പിന്റെ ട്രെൻഡിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള കണക്കിനെ കുറിച്ചൊക്കെ പറയാൻ ഉപയോഗിക്കും. ആ പഠനത്തെയാണ് നമ്മൾ സെഫോളജി എന്ന് പറയുന്നത്. ഇതൊന്നും അല്ല ഇവിടെ വരിക. ഇവിടെ എന്തായിരിക്കും? കാലിഗ്രാഫിയാണ് കറക്റ്റ്. ഇനി നമ്മൾ അടുത്തായി നോക്കുന്നത്, അപ്പൊ ഈ ചോദ്യപേപ്പറിൽ 10 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്.
നമുക്ക് 10 ക്വസ്റ്റ്യൻസുകൾ ചർച്ച ചെയ്യാനുണ്ട്. നമ്മൾ ഓരോ ക്ലാസ്സിൽ 20 ചോദ്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണ്. ആ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ മെയിൻ എക്സാമിനേഷൻ, സെപ്റ്റംബർ 26, 2024. ഓക്കെ, അന്ന് നടന്ന ഈ പരീക്ഷയ്ക്കുള്ള ചോദ്യപേപ്പറിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. നോക്കാം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് എ കറക്റ്റ് വേർഡ്. ഇവിടെ തന്നിരിക്കുന്നത് ശരിയായ വാക്ക് എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദ സ്റ്റോറി ഈസ് ദാറ്റ് ദെയർ ഹാസ് ബീൻ എ ഗ്രേറ്റ് ഡാഷ് ഡിസ്റപ്ഷൻ എ ഡിലൂഷൻ. അപ്പൊ എന്തായിരിക്കും ഇവിടെ ക്ലൈമാക്സ് എന്നർത്ഥമാണ് വരേണ്ടത്. ക്ലൈമാക്സ് എന്നൊരു അർത്ഥം വരണമെങ്കിൽ എന്തായിരിക്കും? ഇവിടെ സ്റ്റോറിയെ കുറിച്ചാണ് പറഞ്ഞത്. ആ സ്റ്റോറിയുടെ ക്ലൈമാക്സിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ക്ലൈമാക്സ് എന്നുള്ളത് നമുക്ക് എങ്ങനെയും പറയാം, ക്ലൈമാക്റ്റിക് എന്നും പറയാം. CLIMACTIC, ക്ലൈമാക്റ്റിക്. ഇതാണ് കറക്റ്റ് ആൻസർ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ക്ലൈമറ്റിനെ നമുക്ക് താരതമ്യം നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്ന രീതിയാണ്. അപ്പൊ ഇത് വേർഡ്സ് ഓഫൺ കൺഫ്യൂസ്ഡ് എന്ന ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യമാണ്. അപ്പൊ ക്ലൈമാറ്റിക് നമുക്കറിയാം കാലാവസ്ഥ സംബന്ധമായിട്ടുള്ളത്, ക്ലൈമറ്റ് കാലാവസ്ഥ. ഓക്കെ, അപ്പൊ ഇവിടെ ക്ലൈമാറ്റിക് ആണ് വരേണ്ടത്. അപ്പൊ രണ്ടാമത്തെ ഓപ്ഷനാണ്. അപ്പൊ രണ്ടാമത്തെ ഓപ്ഷനായിട്ട് ഇവിടെ വന്നിരിക്കുന്നതാണ് എ എന്ന് പറയുന്ന, ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അത് സ്യൂട്ടബിൾ ക്വസ്റ്റ്യൻ ടാഗ് ഉപയോഗിക്കാനാണ് 2 എണ്ണം നമുക്ക് തന്നിട്ടുണ്ട്. വെയിറ്റ് എ മിനിറ്റും സംബഡി ഹാസ് കോൾഡ്. വെയിറ്റ് എ മിനിറ്റ് നമുക്കറിയാം എന്താണ്, ഇംപറേറ്റീവ് സെന്റൻസ് ആണ്, വെർബിൽ തുടങ്ങുന്നതാണ്. അപ്പൊ അർജൻസി വരികയാണെങ്കിൽ നമുക്ക് വില്ല് യു എന്നോ അല്ലെ ക്യാൻ യു എന്നൊക്കെ പറയാം. അപ്പൊ അങ്ങനെ വില്ല് യുവോ ക്യാൻ യു വന്നിട്ടുണ്ടോ നോക്കാം. ഇവിടെ വില്ല് യു ഉണ്ട്, ഇവിടെ ക്യാൻ യു ഉണ്ട്. ഇനി നമുക്ക് കൺഫേം ചെയ്യാൻ അടുത്ത് തന്നെ നോക്കണം. എന്താണ് സംബഡി ഹാസ് കോൾഡ്. ഇതിനകത്ത് സംബഡി ഹാസ് കോൾഡ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സഹായക്രിയ ഏതാണ്? ഹാസ് ആണ്. ഇത് പോസിറ്റീവ് ആയി നമുക്ക് നെഗറ്റീവ് ആക്കണം. പക്ഷേ ഈ സംബടി അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ സംബടിയുടെ പ്രൊനൗൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? ദേ ആയിരിക്കും. സംബടിയുടെ പ്രൊനൗൺ എന്താ? ദേ. സംബടി സിംഗുലർ ആണ്, പക്ഷേ ദേ എന്തായിരിക്കും? പ്ലൂറൽ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഹാസിന്റെ പ്ലൂറൽ ഫോം ഹാവ് ആയിരിക്കും നമ്മൾ എഴുതേണ്ടത്. അപ്പൊ ഹാവ്, തന്നെ ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് കൊടുക്കുക, ഹാവിൻ ദേ. അപ്പൊ ഹാവിൻ ദേ എന്ന് വന്നിരിക്കുന്നത് ഇവിടെ ഹാവ് ദേ എന്ന് വന്നിരിക്കുന്നത്, ഇവിടെ നമ്മൾ ഹാവിൻ ദേ. ഇവിടെ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വില്ലിയോ ക്യാനിയോ നമുക്ക് ആദ്യത്തിന് കൊടുക്കാം, പക്ഷെ രണ്ടാമത്തെ ഇവിടെ ഇങ്ങനെ ഈസിൻ്റെ എന്ന് വന്നു, അത് തെറ്റാണ്. സോ ഇത് തെറ്റാണ്, ഇതും തെറ്റാണ്. പിന്നുള്ള ഏതാ? രണ്ടാമത്തത് ക്യാനിയും ഹാവിൻ്റെ. അങ്ങനെ എല്ലാം കറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഈ ഒരു ഓപ്ഷനാണ്. ഇത് വന്നിരിക്കുന്ന ഏതാണ്? സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇതാണ് കറക്റ്റ് ആൻസർ, രണ്ടാമത്തത്. ഓക്കെ, അടുത്ത ചോദ്യം, ഇൻസർട്ട് സ്യൂട്ടബിൾ ആർട്ടിക്കിൾസ്. നമ്മൾ ഈ തന്നിരിക്കുന്ന സെന്റൻസിന് ചില ഭാഗങ്ങളിൽ ആർട്ടിക്കിൾസ് ഇല്ല. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? സ്യൂട്ടബിൾ ആയിട്ടുള്ള ആർട്ടിക്കിൾസ് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ടൈഗറിനെ ലയണിനെ കുറിച്ചുള്ള താരതമ്യമാണ് പറയുന്നത്. ടൈഗറിനെ ലയണിനെ കുറിച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഒരു ടൈഗറിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ലയണിനെ കുറിച്ചാണോ പറയുന്നത്? അല്ല, ആ വർഗത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഒരു സ്പീഷ്യസിനെ അല്ലെങ്കിൽ ആ വർഗത്തെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ തൊട്ടുമുമ്പിലായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കണം? ദാ ഉപയോഗിക്കണം. അപ്പൊ ടൈഗറിന്റെ മുന്നിൽ ദാ ഉപയോഗിക്കണം, ലയണിന്റെ മുന്നിൽ നമ്മൾ ദാ ഉപയോഗിക്കണം. അങ്ങനെ വന്നിരിക്കുന്ന ഓപ്ഷൻ ഏതൊക്കെയാണ് നമ്മൾ ആദ്യം കണ്ടെത്തുക. നോക്കുമ്പോൾ അത് എവിടെയൊക്കെ? ടൈഗർ ദ വന്നിട്ടുണ്ട്, ഇനി ലയൺ. നോക്കാം, അങ്ങനെ 2 ദാ വന്നിരിക്കുന്ന എവിടെ? ഇവിടെ 2 ദാ ഉണ്ട്, പക്ഷേ ഏറ്റവും അവസാനം അതാ വന്നിരിക്കുന്നത്, തെറ്റാണ്. ഏഷ്യയുടെ മുന്നിൽ നമ്മൾ ദാ ഉപയോഗിക്കത്തില്ല. ഇവിടെ നോക്കാം, ദ ദ. ഓക്കെ, ഇത് നമുക്ക് കറക്റ്റ് ആയിട്ട് എടുക്കാം. ഇത് ശരിയാണെന്ന് നമുക്ക് നോക്കാം. നോക്കുമ്പോൾ ടൈഗർ, ദ ടൈഗർ, ആൻ അനിമൽ. ഓക്കെ, അപ്പൊ നമുക്ക് ആൻ അനിമൽ എന്ന് പറയാം. ഈക്വൽ ടു ദ ലയൺ ഇൻ സൈസ് ഈസ് എ നേറ്റീവ് ഓഫ് ഏഷ്യ. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ രണ്ടാമത്തെ ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ഓപ്ഷനായിട്ട് വന്നിരിക്കുന്ന ഏതാണ്? ഡി എന്ന് പറയുന്ന ഈ ഓപ്ഷൻ. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കുക, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് കറക്റ്റ്. അതായത് സ്പെല്ലിംഗിൽ കറക്റ്റ് ആയിട്ട് എഴുതിയിരിക്കുന്ന ഇത് നോക്കുമ്പോൾ ഏതായിരിക്കും? ഈ 4ാമത്താണ്. ഇതാണ് കറക്റ്റ് ആൻസർ. സോറി, 4ാമത്തെ അല്ല, അതെ 4ാമത്തെയാണ് കറക്റ്റ് ആൻസർ. 4ാമത്തെ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? മൈനസ്ക്യൂൾ എന്ന് വെച്ചാൽ എന്താ? എക്സ്ട്രീംലി ടൈനി, വളരെ സൂക്ഷ്മമായിട്ടുള്ള, വളരെ ചെറുത്, അങ്ങേറ്റം ചെറുതായിട്ട് നമ്മൾ മൈനസ്ക്യൂൾ എന്ന് പറയുന്നത്. പെർസ്യൂ നമുക്കറിയാം, പിന്തുടരുക എന്നർത്ഥം. ബൂർഷ നമുക്കറിയാമല്ലോ. അപ്പൊ ഈ 4ാമത്തെ ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഇവിടെ ഏതാണ്? അതാണ് ബി എന്ന് പറയുന്ന ഓപ്ഷൻ. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത നോക്കുക, ദ ആന്റണിം ഓഫ് ആക്സിഡന്റൽ ഈസ്. ആക്സിഡന്റൽ എന്ന് പറയുന്ന വാക്കിന്റെ ആന്റണിമാണ് ചോദിച്ചിരിക്കുന്നത്. ആക്സിഡന്റൽ നമുക്കറിയാം യാദൃശ്ചികം. അപ്പം മനഃപൂർവ്വം എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഇന്റൻഷണൽ ഉപയോഗിക്കാം. ഇതാണ് കറക്റ്റ് ആൻസർ. അപ്പൊ മൂന്നാമത്തായിട്ട് വന്നിരിക്കുന്നത് സി എന്ന് പറയുന്ന ഓപ്ഷൻ. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദ സിനോണിം ഓഫ് ഡയട്രൈബ്. ഡയട്രൈബ് എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിമാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും അത്? വെർബൽ അറ്റാക്ക് അഗൈൻസ്റ്റ് എ പേഴ്സൺ. ഇതാണ് കറക്റ്റ്. ഒരു വ്യക്തിയോട് എതിരെയുള്ള വെർബൽ അറ്റാക്ക്, വാക്കുകൊണ്ടുള്ള അറ്റാക്ക്, അതിനെയാണ് ഡയട്രൈബ് എന്ന് പറയുന്നത്. ഇതിലും 1 വേർഡ് ആയിട്ട് അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇതിനായിരിക്കും ചോദിക്കുക വെർബൽ അറ്റാക്ക് അഗൈൻസ്റ്റ് എ പേഴ്സൺ. എന്നിട്ട് ഓപ്ഷൻസിൽ കുറെ വാക്കുകൾ കാണും. അതിനകത്ത് ഈ പറയുന്ന വാക്കുണ്ടെങ്കിൽ നമുക്ക് ആൻസർ ആയിട്ട് എഴുതാം. ഇനി അടുത്ത് നോക്കാം, വീണ്ടും നമ്മുടെ ഫോബിയയുമായി ബന്ധപ്പെട്ട വാക്കുകൾ വന്നിട്ടുണ്ട്. 1 വേർഡ് ഫോർ എക്സ്ട്രീം ഫിയർ ഓഫ് ഡോഗ്സ്. ഡോഗ്സിനെ കുറിച്ചുള്ള
ഭയം. എന്തായിരിക്കും അത്? സൈനോഫോബിയ. അപ്പോൾ ഒന്നായിട്ട് ഓപ്ഷൻ വന്നിരിക്കുന്ന ഏതാണ്? അതാണ് ബി. ഇതാണ് കറക്റ്റ് ആൻസർ. ഒഫിഡിയോഫോബിയ എന്ന് വെച്ചാൽ എന്തോ? ഫിയർ ഓഫ് സ്നേക്സ്. എക്കോഫോബിയ നമുക്കറിയാം പരിസ്ഥിതിയെക്കുറിച്ചുള്ള ഭയം, ചുറ്റുപാട്, പരിസ്ഥിതി എന്നിവയെക്കുറിച്ചുള്ള ഭയം. സൂഫോബിയ മൃഗങ്ങളെക്കുറിച്ചുള്ള ഭയം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ സൈനോഫോബിയ ആണ്. മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത്? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേരള PSC, SSC, UPSC, ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ ലഭ്യമാണ്. രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹി സെഡ് ദാറ്റ് ദ ഹോഴ്സ് ഹാഡ് ഡൈഡ് ഇൻ ദ നൈറ്റ്. ചേഞ്ച് ഇൻ ടു ഡയറക്റ്റ് സ്പീച്ച്. സാധാരണ ഡയറക്റ്റ് സ്പീച്ച് എന്നിട്ട് റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റാനാണ് പറയുന്നത്. എന്നാൽ ഇവിടെ എന്താ സംഭവിച്ചത്? റിപ്പോർട്ട് സ്പീച്ച് എന്നിട്ട് അതിന് ഡയറക്റ്റ് സ്പീച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഹാഡ് ഡൈഡ് എന്ന് വന്നു. ഹാഡ് ഡൈഡ് എന്ന് വരണമെങ്കിൽ ഡയറക്റ്റ് സ്പീച്ചിൽ എന്തായിരിക്കണം? ഡൈഡ് എന്നായിരിക്കണം. ഓക്കെ, അപ്പൊ ഡയറക്റ്റ് സ്പീച്ച് ഡൈഡ് എന്നേ വരാവും. അപ്പൊ അങ്ങനെ ഡൈഡ് എന്ന് വന്നിരിക്കുന്ന ഓപ്ഷൻ ഏത്? ഇവിടെ വുഡ് ഡൈ, ആ തെറ്റാണ്. നമുക്ക് ഇവിടെ ഡൈഡ്, ഇതാണ് കറക്റ്റ്. ഹാഡ് ഡൈഡ് നേരിട്ട് ഒന്നും തെറ്റത്തില്ല, തെറ്റി. അപ്പം 1ഉം 3ഉം തെറ്റാണ്, രണ്ടാമത്താണ് ശരി. അപ്പൊ ഹി സെഡ് ഇൻവെർട്ടഡ് കോമ ദ ഹോഴ്സ് ഡൈഡ് ഇൻ ദ നൈറ്റ്. ഇതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ വരിക. ഹി സെഡ് ദാറ്റ് ദ ഹോഴ്സ് ഈ ഡൈഡ് V2 ആയതുകൊണ്ട് നമ്മൾ ഹാഡ് ഡൈഡ് എന്നാക്കി ഇൻ ദ നൈറ്റ്. ഓക്കെ, സിമ്പിൾ പാസ്റ്റ് നമ്മൾ എന്താക്കണം? പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് ചെയ്യുമ്പോൾ ഹാഡ് പ്ലസ് V3 എന്ന രീതിയിലേക്ക് മാറ്റണം. ഇനി ഇതുപോലെ റിപ്പോർട്ടർ സ്പീച്ച് ചെയ്യുന്ന സമയത്ത് ഹാഡ് പ്ലസ് V3 ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ V2 ഫോമിലേക്ക് മാറ്റണം. റൈറ്റ്, ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ് ആൻസർ. നോക്കാം. നെയ്തർ ഓഫ് ദ ബോയ്സ് ഡാഷ് ഓൺ ടൈം ടു ക്യാച്ച് ദ ബസ് ഹോം, എവരി വൺ ഓഫ് ദം ഡാഷ് ഗോയിങ് ഹോം ഏർലി. അപ്പൊ എന്താ? സബ്ജക്ട് വെർബ് എഗ്രിമെന്റുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പൊ നെയ്തർ ഓഫ് ദ ബോയ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ? ഈ ഓഫിന് മുന്നിൽ നിൽക്കുന്ന നെയ്തറിനെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. നെയ്തർ എപ്പോഴും സിംഗുലർ ആയിരിക്കും. അപ്പൊ ഇവിടെ സിംഗുലർ ആയിട്ടുള്ളതാണ് വരേണ്ടത്. ഈ എവരി വൺ ഓഫ് ദമിനകത്ത് ഓഫ് ഉണ്ട്. ആ ഓഫിന് മുന്നിൽ വന്നിരിക്കുന്ന എവരി വൺ എപ്പോഴും സിംഗുലർ ആയിരിക്കും. അപ്പൊ രണ്ടിടത്തും സിംഗുലറാ വരേണ്ടത്. രണ്ടിടത്തും സിംഗുലർ ആയിട്ട് വന്നിരിക്കുന്ന ഏതാ? നോക്കുമ്പോൾ വാസ്. ഇതാണ് കറക്റ്റ് ആൻസർ. മൂന്നാമത്തത്. അപ്പൊ മൂന്നാമത്തെ ഓപ്ഷൻ ആയിട്ട് വന്നിരിക്കുന്നത് ഡി എന്ന് പറയുന്ന ഇതാണ് കറക്റ്റ് ആൻസർ. ഈ പറയുന്ന ചോദ്യപേപ്പർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. സ്റ്റേറ്റ് വെദർ ദ ഇറ്റാലിസ്റ്റ് വെർബ് ഈസ് എ ഡൈനാമിക് വെർബ് ഓർ എ സ്റ്റേറ്റീവ് വെർബ്. അത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ വെർബ് ഡൈനാമിക് വെർബ് ആണോ സ്റ്റേറ്റീവ് വെർബ് ആണോ എന്ന് നമ്മൾ പറയണം. ഡൈനാമിക് വെർബ് എന്ന് ചേർത്ത് എന്താ? ആക്ഷൻ വെർബ്സ് ആണ്. അതായത് ആക്ഷൻസിനെ സൂചിപ്പിക്കുന്ന വെർബിനെയാണ് നമ്മൾ ഡൈനാമിക് എന്ന് പറയുന്നത്. ഇപ്പോൾ അത് റൈറ്റ്, റീഡ്, റൺ, അല്ലേ, പ്ലേ, ഇതെല്ലാം എന്താ? ആക്ഷനെ സൂചിപ്പിക്കുന്നതാണ്. എന്നാൽ സ്റ്റേറ്റീവ് എന്ന് വെച്ചാൽ അർത്ഥം ഒരവസ്ഥകളെ സൂചിപ്പിക്കുന്നത്. അതിന് നമ്മൾ സ്റ്റേറ്റീവ് വെർബ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് ഉദാഹരണമാണ് ഈ സീം എന്ന് കൊടുത്തിരിക്കുന്നത്. തോന്നുക, അല്ലെ, തോന്നുക. നമ്മുടെ ഇന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്റ്റേറ്റീവ് വെർബ് എന്ന് പറയുക. തോന്നുക, അല്ലെ, ഫീൽ ചെയ്യുക, ഫീൽ, അല്ലെ, അങ്ങനെയൊക്കെയുള്ള ടേസ്റ്റ്, തിങ്ക്, നോ, ഇതൊക്കെ എന്താണ്? സ്റ്റേറ്റീവ് വെർബ്സ് ആണ്. അപ്പൊ അവിടെ സീ ഇത് അപ്പൊ എന്തായിരിക്കും? സ്റ്റേറ്റീവ് വെർബാണ്. അപ്പൊ സ്റ്റേറ്റീവ് വെർബ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേത്. അപ്പൊ അങ്ങനെ ഒന്നാമത്തായിട്ട് വന്നിരിക്കുന്നത് ഏതാണ്? ബി എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഈ ക്ലാസ്സിൽ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്തത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഈ പറയുന്ന ചോദ്യപേപ്പർ LD ക്ലർക്ക് വേരിയസ് കോട്ടയം കോഴിക്കോട് 28/9/2024 നടന്ന പരീക്ഷ. അതിലൊരു ചോദ്യമാണ് ഞാൻ നിങ്ങൾക്ക് ഈ പ്രാവശ്യം തരുന്നത്. ഇതിന്റെ ആൻസർ നിങ്ങൾ ശരിയായിട്ട് എഴുതുക കമന്റ് ബോക്സിൽ. അപ്പം നമ്മുടെ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിനോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട്. ആ കോഴ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മുടെ ലേണിംഗ് ആപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത്? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേരള PSC, SSC, UPSC, ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ ലഭ്യമാണ്. രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്.